പിന്നെ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് ചിത്ത കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യണ്ട, ഈ ഒരു സ്റ്റോറി നിങ്ങൾക്കുള്ളതാണ്. സംഭവം എന്താന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി കുറെ കാലം എന്റെ വാപ്പാന്റെ ഉമ്മാന്റെ പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ട് കേട്ടോ. സംഭവം ഇത് വാങ്ങാൻ വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല. പക്ഷെ എന്റെ വീട്ടില് ഞാനടക്കം 6 പേരുണ്ട്. 6 പേർക്കും കൂടി ഇത് വാങ്ങുമ്പോൾ എന്റെ വാപ്പാന്റെ ഏഷ്യ ഏകദേശം കാലവും. അതുകൊണ്ട് തന്നെ എന്റെ വാപ്പ ഇത് വല്ലാണ്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു കേട്ടോ. ഇതെന്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇതങ്ങ് സ്ഥിരാക്കിയാലോ എന്നുള്ള കാര്യത്തിൽ എന്റെ വാപ്പാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. അങ്ങനെ എന്റെ ഉപ്പ കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജി ആയിരുന്നു, നമ്മൾ 5 രൂപന്റെ മഞ്ച്, സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക് എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഇത് മാത്രം വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഈ ഒരു സംഭവം എന്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറെ ചോദിച്ച് പിന്നാലെ നടന്നിട്ടാണ് എന്റെ വാപ്പ വാങ്ങി തന്നത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പുറമേ ഉള്ള പോലെ ഉള്ളിലൊന്നുമില്ലാന്ന് മനസ്സിലായി. അന്നത്തോടു കൂടി ഈ സാധനം വാങ്ങല് ഞാൻ അങ്ങോട്ട് നിർത്തിയിട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഈ സാധനം കഴിച്ചതും തൊട്ടതും ഒന്നാണ്. പിന്നീട് ഞാൻ ഈ സാധനം തൊടുന്നത് ഇന്നാണ്, ഈ ഒരു ബൊക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഥ എന്താന്ന് വെച്ചാല്, ഇന്ന് എനിക്കൊരു ഓർഡർ വന്നു. അത് കിൻഡർ ജോയ് വെച്ചിട്ടൊരു ബൊക്ക. ആദ്യ ആൾ എന്നോട് പറഞ്ഞു, ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളെടുത്ത് പറഞ്ഞു അതെന്നെ എന്റെ ഓക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കസ്റ്റമർ പറഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പ് പിന്നെ നോക്കാനില്ലല്ലോ. കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് ആൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ചോക്ലേറ്റ്സും വെച്ചിട്ടും നമ്മൾ ഈ ബുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ഇനി ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്കും ഇതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്തോ, DM ചെയ്തോ.